എന്ത് ഉറങ്ങില്ലല്ലോ. ഹായ് ഹലോ പറ. ചേട്ടൻ പറയ വിശേഷം. ഒരു പെൺകുട്ടി വളർന്ന കുഞ്ഞിക്കാലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു പൊടീസ് വേഴ്സസ് പൊടീസ്. ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നമ്മളെ വിശേഷങ്ങൾ പങ്കുവെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ വെഡിങ് കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഫസ്റ്റത്തെ വീഡിയോ അല്ല, ഫസ്റ്റ് നമ്മൾ സംസാരിക്കുന്ന ഇന്ററാക്ഷൻ സെക്ഷൻ ആയിട്ടുള്ള വീഡിയോ ആണ് അല്ലേ? അപ്പം എങ്ങനെയുണ്ട് ഈ ഒരു 2 മാസത്തെ 1.5 മാസം കഴിഞ്ഞല്ലേ, 1.5 മാസത്തെ ദാമ്പത്യ ജീവിതം എങ്ങനെയുണ്ട് ഭാര്യയെ? അടിപൊളിയായിട്ടുണ്ട്. പിന്നെന്താ പറയാ, ഇപ്പൊ കല്യാണമായിട്ട് കറക്റ്റ് 2 months അല്ലേ? 2 months ആയില്ലല്ലോ. 2 months ആവും. ഫെബ്രുവരി 16th 2 months ആവും. ഫെബ്രുവരി 16th അയ്യോ സോറി, ഏപ്രിൽ 16-ാം തീയതി 2 months ആവും. ഏപ്രിൽ 16-ാം തീയതി 2 months ആവും. സത്യം പറഞ്ഞാൽ പെട്ടെന്നായിരുന്നു അല്ലേ കല്യാണം? അല്ല, കുറെ നാൾ ആലോചിച്ചിട്ട് കല്യാണം. എൻഗേജ്മെന്റ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് വളരെ പയ്യാണ് കല്യാണം. നമ്മള് പറഞ്ഞോ. അപ്പം പെട്ടെന്നല്ല, കൊറേ കാലമായിട്ട് കല്യാണം കൊണ്ട് ലാസ്റ്റ് പെട്ടെന്ന് കല്യാണം കഴിച്ച പോലെ തോന്നി എനിക്ക്. കൊറേ സമയം എടുത്തു, പക്ഷെ ഡേറ്റ് ഇങ്ങനെ മാറ്റി ഞാൻ വിചാരിച്ചു ഈ ഡേറ്റ് മാറിപ്പോകുന്നു, പക്ഷെ അവസാനം ഈ ഡേറ്റിൽ തന്നെ കല്യാണം കഴിച്ചു. അപ്പം കല്യാണത്തിന്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഏതാണ് ഡേറ്റ് അല്ലെങ്കിൽ എപ്പോഴത്തേക്ക് കല്യാണം നടത്തണം എന്നുള്ളതിൽ ലൈക്ക് നമ്മളിങ്ങനെ കുറെ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് കുറെ പോയില്ല, 2-3 പ്രാവശ്യം പോസ്റ്റ്പോൺ ചെയ്തായിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പലരും പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഇതേപോലെ ബ്രേക്കപ്പ് ആയി അല്ലെങ്കിൽ കല്യാണം കഴിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. താലി കുറെ ചാനലിലൊക്കെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ കുറച്ച് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള രീതിയിൽ നിന്നതാണ്. പക്ഷെ കുറേ റോബിജാനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരും എല്ലാവരും കൂടെ കല്യാണ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് എന്തായാലും ഓൾറെഡി ഒരു ചാനലുണ്ട്, ചാനലിലൂടെ തന്നെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വന്നത്. ഇതൊരു സർപ്രൈസ് വീഡിയോ, കാരണം ആരുടെ ഇങ്ങനെ ഒരു വീഡിയോ വരുന്നതോ ചെയ്യുന്നതോ ഒന്നും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്, നമ്മളെ വിശേഷങ്ങൾ പങ്കുവെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ അപ്പം കല്യാണം എന്ന് പറഞ്ഞപ്പം ഞാൻ എപ്പോഴും പൊടിയുടെ അടുത്ത് എൻ്റെ കൺസെപ്റ്റ് ഓഫ് മാരേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയട്ടെ, ഇനി സത്യം പറഞ്ഞാൽ രജിസ്റ്റർ മാരേജ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് എനിക്ക് പണ്ടേ ഇഷ്ടം. കാരണം എനിക്കിങ്ങനെ ലൈക്ക് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അതിനെപ്പറ്റി എന്താണ് ഇങ്ങനെ ഇത്രയും വലിയ ആർഭാടം അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരുപാട് ദിവസത്തെ കല്യാണം എന്നൊക്കെ ഉള്ളൊരു സംഭവം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പണ്ടേ തൊട്ട് ഇങ്ങനെ രജിസ്റ്റർ മാരേജ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും കല്യാണം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രയോറിറ്റി എന്ന് പറയുന്നത് ബ്രൈഡിന് തന്നെയാണ്. ഒരു പെൺകുട്ടി വളർന്ന കുഞ്ഞിക്കാലം പറഞ്ഞു തീർക്കട്ടെ. അത് കുഞ്ഞുകാലം തൊട്ടേ ചെറുതായിരുന്നപ്പോ തൊട്ടേ ഇങ്ങനെ ലൈക്ക് കല്യാണത്തിനെ പറ്റിയുള്ള കുറെ ആഗ്രഹങ്ങളും പിന്നെ കുറെ ഡ്രീംസും കാര്യങ്ങളെല്ലാം കാണും. ഇങ്ങനെ വേണം കല്യാണം, ഇന്ന ഡ്രസ്സ് ഇടണം. അത് പ്രത്യേകിച്ച് ആരതിപടി എന്ന് പറയുന്നത് ഒരു ഫാഷൻ ഡിസൈനറാണ്, ഒരു ഓൺട്രപ്രണർ ആണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒബ്വിയസ്ലി പുള്ളിക്കാരിയുടെ മാരേജിനെ പറ്റി, കാരണം എൻ്റെ അടുത്ത് സ്റ്റാർട്ടിങ് തൊട്ടേ കല്യാണം ഇങ്ങനെ ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത് ആ സമയത്ത് പറയുന്നത് നമുക്ക് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരുപാട് ഫംഗ്ഷൻസ് ഉള്ളൊരു കല്യാണം എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ നീണ്ടു നിൽക്കും, അല്ലെങ്കിൽ ഇത് നമുക്ക് പ്രാക്ടിക്കൽ ആണോ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ സക്സസ്ഫുള്ളി പുള്ളിക്കാരിയുടെ കംപ്ലീറ്റ് ഈ എല്ലാ മാരേജിന്റെ ഈച്ച് ആൻഡ് എവറി ഫംഗ്ഷൻസ് എന്താണെന്നുള്ള പ്ലാൻ ചെയ്തതും അത് കോർഡിനേറ്റ് ചെയ്തതും അത് എക്സിക്യൂട്ട് ചെയ്തതും എല്ലാം ആരതിപടിയാണ്. സോ ഹാറ്റ്സ് ഓഫ്. എന്താ ഇതൊരു വലിയ കാര്യമുണ്ട്, കാരണം ഒരു കല്യാണം നടത്തിക്കോ പോവാന്ന് പറയുന്നത് അത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നീ വിചാരിക്കുന്നത് ഈസിയാണെന്ന്. നിനക്കറിയാലോ ഓരോരുത്തരെ കല്യാണം നടത്തുമ്പോൾ എന്തുമാത്രം എഫേർട്ട്, കാരണം ഒരുപാട് പേരുണ്ടാവും കല്യാണത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇത് കോർഡിനേറ്റ് ചെയ്യാനും അതിലൊക്കെ ഹെൽപ്പ് ചെയ്യാനും. സത്യം പറഞ്ഞാൽ അങ്ങനെ അധികം പേരൊന്നും ഈ കല്യാണത്തിന് ഇല്ലായിരുന്നു. കാരണം പൊടിയുടെ ഭാഗത്തു നിന്നുള്ളതിൽ ഒരു 90% എഫേർട്ട് വിട്ടത് പൊടി തന്നെയാണ്. ബാക്കിയുള്ളവരെല്ലാവരും ജസ്റ്റ് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലൈവായിട്ട് കണ്ട ഒരാളാണ്. അപ്പം അതിൽ ആദ്യത്തെ ഒരു കൺസെപ്റ്റ് പറഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഫെറ അല്ലേ, സെവൻ ഫെറ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ ഇതെന്താ സംഭവം, ഇതൊക്കെ നടക്കുമോ, ഇതെന്താണ് സംഭവം എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ അത് ആ ഒരു ആദ്യത്തെ ഒരു ഫംഗ്ഷൻ അല്ലേ, ആ ഒരു
തീരെ ഫ്രണ്ടിലിരുന്ന് നമ്മൾ ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ആദ്യം ആ മാല ഇടുന്ന ആ ഒരു സംഭവം കഴിഞ്ഞ ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനത്തെ ഒരു കാര്യം സത്യം പറഞ്ഞാൽ കേരളത്തിൽ കുറവാണ്. പിന്നെ നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നത് ഈവനിങ് ടൈമിൽ എടുക്കാമെന്നായിരുന്നു. പക്ഷേ അവിടുത്തെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വന്ന സമയത്ത് 6:30 മണിയാണ്. പക്ഷേ അതുകൊണ്ട് നമുക്ക് ഈവനിങ്ങും നൈറ്റും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്തു, ഓരോ ഫംഗ്ഷൻസിന്റെ ഉള്ളിലേക്ക് കടക്കണേക്ക് മുമ്പ് ഇപ്പൊ വെഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രൈഡിനും ഗ്രൂമിനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷെ എൻ്റെ കേസിൽ എന്താണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങൾ 2 മക്കളാണ്, ഞാനും എൻ്റെ സിസ്റ്ററാണ് എനിക്കുള്ളത്. അപ്പം എൻ്റെ ചേച്ചിയുടെ കല്യാണം കൊറോണ സമയത്തൊക്കെ ആയിരുന്നു. ചേച്ചിയുടെ ഇതിൽ ആ കൊറോണ സമയത്തായ കാരണം കൊണ്ട് ഭയങ്കരമായിട്ട് ആ സമയത്തൊക്കെ ഞാൻ ബൊട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഡ്രസ്സുകളൊക്കെ ചെയ്ത് മെല്ലെ മെല്ലെ റീച്ചായിട്ട് വരുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും നാട്ടുകാരുടെ കല്യാണം പങ്കെടുക്കാൻ പോവുകയാണെങ്കിൽ തന്നെ ഞാൻ ബ്രൈഡുകൾ ഒരുങ്ങി പോണ പോലെയാണ് പോകുക. എനിക്ക് അത്ര ഇഷ്ടമാണ് ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ട് ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിസ്റ്ററുടെ കല്യാണത്തിന് സിസ്റ്റർക്ക് ഇങ്ങനെ ഡ്രസ്സ് വേണം, എനിക്കിങ്ങനെ ഡ്രസ്സ് വേണം. ഞാൻ സെക്കൻഡ് ബ്രൈഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ചോദിച്ചറിയാം, ഞാൻ എപ്പോഴും സിസ്റ്ററിൻ്റെ കല്യാണം എന്ന് പറഞ്ഞിട്ടാണ് നടന്നിരുന്നത്. എപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ തിളങ്ങാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ട് നടന്നിരുന്നു. പക്ഷേ ആ ഒരു കൊറോണ സമയത്തുള്ളൊരു കല്യാണം ആയ കാരണം കൊണ്ട് നമുക്ക് ജസ്റ്റ് അമ്പലത്തിൽ വെച്ചിട്ട് ചെറിയ രീതിയിലൊരു ചടങ്ങായിട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അതിൻ്റെ തന്നെ ആവശ്യമുള്ളൂ. പക്ഷെ ഞാനൊരു ഡിസൈനറും കൂടി ആയ കാരണം കൊണ്ട് എനിക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങനത്തെ ഫംഗ്ഷൻസ് വരുന്ന സമയത്തായിരിക്കും. അപ്പോൾ പക്ഷെ ആ ഒരു കൊറോണ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റാത്ത കാരണം അപ്പോൾ തൊട്ടിട്ട് പിന്നെ അതുവരെ ഞാൻ എൻ്റെ കല്യാണം ഇപ്പോൾ റോബിൻ ചേട്ടൻ്റെ ലൈഫിലേക്ക് ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴും എൻ്റെ കല്യാണം ഒന്നും കഴിയാതെ ഞാനിങ്ങനെ സിംഗിളായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോയിരിക്കും. എന്ത് ചുമ്മാ എല്ലാ കാര്യമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, കാരണം ഞാൻ റോബിൻ ചേട്ടൻ വരുന്നതിൻ്റെ തൊട്ടൊരു മാസം ഒരു ഡിസിഷൻ എടുത്തതായിരുന്നു, ഇനി എൻ്റെ ലൈഫിൽ കല്യാണമില്ല, എനിക്കിനി കല്യാണം എന്ന് പറഞ്ഞൊരു സംഭവത്തേക്ക് ചിന്തിക്കുമ്പോൾ ഭയങ്കര ഒരു ഷോക്കായിരുന്നു. കുറേ സമയമൊക്കെ എടുത്തിട്ട് ഞാൻ ഒരാളായിട്ട് കണക്ട് ആവുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഇത്രയും ഫാസ്റ്റായിട്ട് എൻ്റെ കാര്യങ്ങൾ ആ സമയത്ത് കണക്റ്റഡ് ആവും ഒന്നും വിചാരിച്ചില്ല. പക്ഷേ എന്നാൽ പോലും നമ്മൾ കണ്ട് പരിചയപ്പെട്ടിട്ട് ഇത്രയും ടൈം ഗ്യാപ്പ് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ മാരേജ് ചെയ്യണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള സമയം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള, അതായത് ഫോഴ്സ്ഫുള്ളി മാറാനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം കാരണം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാറാനും നല്ല ഒരു സമയം നമ്മളൊരു 3 വർഷം എടുത്തിട്ടാണ്. നമ്മൾ ഫസ്റ്റ് റിലേഷൻഷിപ്പായ സമയത്ത് ഒത്തിരി ആൾക്കാർ ചോദിച്ചിരുന്നത് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ലവ് ആയി കല്യാണം കഴിക്കാൻ പറ്റുന്നതെന്നൊക്കെയാണ് ചോദിക്കേണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ നമ്മുടേതായ ഒരു 3 വർഷം സമയം എടുത്ത് നമ്മുടെ 2 പേരുടെയും കരിയറും കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാം നമ്മൾ ആഗ്രഹിച്ച പോലെ ആക്കിയതിന് ശേഷമാണ് കല്യാണത്തിലോട്ടേക്ക് കടന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ സിസ്റ്ററിൻ്റെ കല്യാണം ചെറിയ രീതിയിൽ അമ്പലത്തിലൊക്കെ വെച്ച് നടത്തിയ കാരണം എനിക്ക് ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അമ്മയോട് അച്ഛനോട് എപ്പോഴും പറയുന്നു, എൻ്റെ വെഡ്ഡിങ് വരുമ്പോൾ ഞാൻ കുറേ ഫംഗ്ഷൻസ് വെക്കും. 10 ഫംഗ്ഷൻ അങ്ങനെയൊന്നുമല്ല, അങ്ങനെ എണ്ണമൊന്നും വിചാരിച്ചിട്ടില്ല, കുറച്ച് ഫംഗ്ഷൻസ് ആയിട്ട് വേണം, എന്നിട്ട് നമ്മൾ ക്ലോസ് ആയിട്ടുള്ള എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കണം, അങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ മൊമെൻറ്റ്സ് ആയിരിക്കും നാളത്തെ മെമ്മറീസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ കൂടുതൽ ആൾക്കാർ നാളെ ഉണ്ടാവും, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പാരൻസ് റോബിൻ ചേട്ടൻ്റെ അച്ഛനമ്മയാണെങ്കിലും എൻ്റെ അച്ഛനമ്മയ്ക്കാണെങ്കിലും ഒക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് അവരൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗദർ പോലൊക്കെ അല്ലേ, എല്ലാവരും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനത്തെ ഒരു കല്യാണത്തിൽ നമുക്കിങ്ങനെ കുറേ ആർഭാടം എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കൂടെ ആയിട്ടുള്ള കുറേ ഓർമ്മകൾ, അല്ലെങ്കിൽ നമ്മളന്ന് എൻ്റെ വീട്ടിലായിരുന്നു എല്ലാവരും സ്റ്റേ. അപ്പോൾ നമുക്ക് ഡാൻസ്, പാട്ട് എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു, ഫാമിലി എല്ലാവരും കൂടെ അല്ലേ. അപ്പോൾ അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തോ ഒത്തിരി ഫോട്ടോസൊന്നും ഇടാത്തത്, എന്തോ ഒത്തിരി വീഡിയോസൊന്നും ഇടാത്തത് എന്നൊക്കെ ചോദിച്ചു. കുറേ വീഡിയോസും കുറേ ഫോട്ടോസും എല്ലാം ഉണ്ട്, ഞാനത് ഇടാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ കോസ്റ്റ്യൂമൊക്കെ ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇങ്ങനെ കുറേ മനഃപൂർവ്വം കുറേ കോൺട്രവേഴ്സീസ് ഒക്കെ ഡ്രസ്സിൻ്റെ പേരിൽ ഉണ്ടാക്കാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി ഇത്തവണ എന്ത് നോക്കിയിട്ടായിരിക്കും ഇവർ ഇരിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇങ്ങനൊരു ടോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ ഡ്രസ്സിൻ്റെയും വീഡിയോസ് വർക്ക് ചെയ്യണ സമയത്ത് നമ്മളൊരു സ്റ്റോറി ലൈനിലേക്കാണ് കുറേ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രോസസ്സും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ ഫൈനൽ ഔട്ടും, പിന്നെ നമുക്ക് കുറേ ഫംഗ്ഷൻസ് ഉള്ള കാരണം ഹറിബറി ആയിട്ട് കുറേയൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലത്തെ വീഡിയോസൊന്നും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് റീഷൂട്ട് ചെയ്ത്, പിന്നെ 1-2 ഡ്രസ്സ് കംപ്ലീറ്റഡ് ആയിരുന്നില്ല, അപ്പോൾ അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫൈനൽ എല്ലാം കൂടെ ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് നമുക്ക് ഇറക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ, റോബിൻ ചേട്ടന് ഹെൽത്ത് ഇഷ്യൂസ് വന്നു, എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നു, പിന്നെ എൻ്റെ തന്നെ ഫാമിലിയിൽ വേറൊരു ഫംഗ്ഷൻ
അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ട് തിരക്ക് കാരണം നമുക്കത് കുറേ കാര്യങ്ങൾ ഡിലേ വന്നു. ഞാൻ ഒരു വീഡിയോ ചെയ്തതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 25th ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. അത് ഡോക്യുമെൻ്ററിയുടെ ആദ്യത്തെ ഒരു ചെറിയൊരു കമ്മിങ് സൂൺ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു 25th കഴിഞ്ഞ മന്ത്. ഇനി അങ്ങോട്ട് ഇനി കുറേ കമ്മിങ് സൂൺ വീഡിയോകൾ വരും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഫൈനലി നമ്മൾ ആ എടുത്തു വെച്ച സംഭവങ്ങൾ ഇറക്കാൻ പോണത്. അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യണം. അതിലായിരിക്കും എൻ്റെ റോബിൻ ചാണ്ടി ഇൻസ്റ്റാഗ്രാമിലൂടെ ആയിരിക്കും നമ്മൾ ആ വീഡിയോസൊക്കെ ഔട്ട് ചെയ്യുന്നുണ്ടാവുക. അതേ സമയത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ കസിൻസും ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ടായിരുന്ന കുറേ ലൈവ് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറ്റുന്ന പോലെ യൂട്യൂബിലും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ എണ്ണം 10 ഫംഗ്ഷൻ അങ്ങനെയൊന്നല്ല, കുറച്ചധികം ഫങ്ഷൻസ് വേണം. എനിക്ക് നല്ല ഭംഗിയായിട്ട് കോസ്റ്റ്യൂം ഇടണം. ഇതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറേ ഡേറ്റുകൾ ഇങ്ങനെ മാറ്റി മാറ്റി നിന്ന കാരണം കൊണ്ട്, പ്രത്യേകിച്ച് ഫെബ്രുവരിയിൽ സീസണും കൂടി ആയിരുന്നു. അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഉള്ള കാരണം കൊണ്ട് എനിക്ക് ലാസ്റ്റ് മൊമെൻ്റ് എനിക്ക് എൻജോയ് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഫങ്ഷൻസ് നമുക്ക് ഒരു വട്ടമല്ല ഇങ്ങനൊരു സമയം കിട്ടുക നമുക്ക്. അപ്പോൾ ഇരുന്ന് നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് നിൽക്കണം. അതിൻ്റെ ഇടയിൽ ഇനി അവരുടെ കസ്റ്റമറിൻ്റെ ഡ്രസ്സ് അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കാൻ വയ്യായിരുന്നു. അപ്പോൾ ഫെബ്രുവരിയിൽ നിന്നും ഞാൻ ഒരു മാസം നീട്ടിയാലോ എന്ന് വിചാരിച്ചു. കാരണം പിന്നെ ഓഫ് സീസണാണ് വരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായിട്ട് എന്ത് ചെയ്യാം, കസ്റ്റമർ കമ്മിറ്റ്മെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ ഡ്രസ്സും ഞാൻ ആഗ്രഹിച്ച പോലെ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുമായിരുന്നു. പക്ഷെ പിന്നെ നമ്മളിതിങ്ങനെ മാറ്റി മാറ്റി എല്ലാവരും വിചാരിക്കും നമ്മൾ ഇതെന്താണ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മുന്നും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ മാറ്റിയത്. അപ്പോൾ ഇനി ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ എല്ലാം കംപ്ലീറ്റ് ആക്കി വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞ കാരണം കൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഉള്ളതുപോലെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഫെബ്രുവരിയിൽ തന്നെ നമ്മൾ ചെയ്തു. ഇപ്പോഴും എൻ്റെ വീട്ടിൽ 300 കാർഡ് വെറുതെ ഇരിക്കുകയാണ്. കാരണം കുറേ പേരൊന്നും വിളിക്കാൻ പറ്റിയില്ല. എനിക്ക് ആ സമയത്ത് എന്തായിരുന്നു ചോദിച്ചാൽ എനിക്കറിയില്ല എൻ്റെ ഇമോഷൻ എന്തായിരുന്നു എന്ന്. ഒരു സൈഡിൽ ഭയങ്കര സന്തോഷമുണ്ട്, ഒരു സൈഡിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. സീസണിൽ എങ്ങനെ ഞാൻ എൻ്റെ ഡ്രസ്സുകൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കും, കസ്റ്റമേഴ്സിൻ്റെ ഫിനിഷ് ചെയ്യണം. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സിനെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. പിന്നെ വേണ്ടപ്പെട്ട കുറേ ഫാമിലീസിനെ വിളിക്കാൻ പറ്റിയില്ല. 300 കാർഡ് വീട്ടിൽ ഇപ്പോഴും വെറുതെ ഇരിക്കുകയാണ്, വിളിക്കാനൊന്നും പറ്റാണ്ട്. അപ്പോൾ എന്നാലും നമ്മളുള്ള പോലെ എല്ലാവരും കൂടെ എല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്തു. ഒട്ടും ആരും പ്രതീക്ഷിക്കാത്ത, ആരും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഭവം കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ വെഡ്ഡിങ് എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ആ ഒരു ട്രഡീഷണൽ ലുക്ക്, ടെമ്പിൾ അല്ലെങ്കിൽ ഫുൾ ആ ഒരു എത്തനിക്കല്ല, ഒരു എന്താ പറയുക, ഫുൾ ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള സാരി, ആ ഒരു ലുക്കിലൊക്കെ ആയിരിക്കും എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എനിക്കത് ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു സംഭവം ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് കാരണം കൊണ്ടാണ് ഞാൻ 7th ഫെയർ ആണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ വെച്ചിട്ട്, അതായത് അഗ്നിസാക്ഷിയാക്കിയിട്ടുള്ളൊരു മാരേജാണ്. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്തത്. എൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ ഫാമിലിയും റോബിൻ ചേട്ടൻ്റെ സൈഡിൽ നിന്ന് റോബിൻ ചേട്ടൻ്റെ ഫാമിലിയും നമ്മളെല്ലാവരും കൂടെ മാത്രമായിട്ടായിരുന്നു ആ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. 7 വട്ടം അഗ്നിയെ വലം വെച്ചിട്ടുള്ള അതിന് എല്ലാത്തിനും ഒരു തീമുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഡോക്യുമെൻ്ററിയിൽ ഞാൻ പറയുന്നതായിരിക്കും. ആ ഫംഗ്ഷൻ്റെ വീഡിയോസും ഫോട്ടോസും ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് എന്തായിരിക്കും എന്ന് അറിയാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതാരും എക്സ്പെക്റ്റ് ചെയ്തില്ല. എനിക്ക് തോന്നുന്നു ഇതുവരെയായിട്ടും ആരും ട്രൈ ചെയ്യാത്തൊരു സംഭവമാണ് നമ്മൾ ചെയ്ത്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ ഒത്തിരി ആൾക്കാരൊന്നും ആ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലാവൻഡർ ആയിരുന്നു എൻ്റെ കോസ്റ്റ്യൂം, റോബിൻ ചാൻ്റെ ഐവറി ഷെയ്ഡായിരുന്നു കോസ്റ്റ്യൂം. നമ്മുടെ 2 പേരുടെ ഡ്രസ്സും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ ഫംഗ്ഷൻ ഇവൻറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഫംഗ്ഷൻസൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊളാബ് കിട്ടില്ലേ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സുഖമല്ല, എത്ര ഫംഗ്ഷൻ വേണമെങ്കിലും നടത്താമല്ലോ എന്നൊക്കെ. എൻ്റെ വെഡ്ഡിങ് ചെയ്തത് മെറിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡെക്കർ ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻറ്റ്സ്, അവരോട് ചോദിച്ചാൽ മതി നമ്മൾ എത്ര സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഫംഗ്ഷൻസും അത്യാവശ്യം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മീഡിയാസിനൊന്നും അധികം കയറ്റാഞ്ഞത്. നമ്മൾ അത്രയും പ്രൈവസിയിൽ നമ്മളായിട്ട് തന്നെ ഔട്ട് വിടാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ നോർമലി എൻഗേജ്മെൻറ്റിന് ഉണ്ടായിരുന്ന പോലെയല്ല, ഞാൻ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇത്രയും സ്പെൻഡ് ചെയ്തൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവില്ല ഈ ഒരു രീതിയിൽ ഔട്ട് പോകണം അങ്ങനെയൊക്കെ. അത് നമ്മളായിട്ട് ചെയ്താൽ മാത്രമേ വരുള്ളൂ. അല്ലെങ്കിൽ അവർ റാൻഡമായിട്ട് ഫോണിലൊക്കെ വീഡിയോസ് എടുത്തിട്ട്, എന്നിട്ട് പോലും എടുത്തു. എനിക്ക് തോന്നുന്നു എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ സമയത്ത് അത്രയും പ്രൈവസിയിൽ നടത്തുന്ന കാര്യമായിട്ട് പോലും എൻ്റെ എൻട്രി ഒക്കെ ഇതുപോലെ വന്ന് എടുത്ത് ഫോണിലൊക്കെ നമ്മൾ ഇത്രയും എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ട് ഫംഗ്ഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ പ്രൊഫഷണൽ ക്യാമറമാനൊക്കെ വെക്കുന്നത് അവർക്ക് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ ലൈഫിൽ 1 ടൈം ആയിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ എൻട്രി കാര്യങ്ങളൊക്കെ ഔട്ട് ഇങ്ങനെ വേണമെന്നൊക്കെ. അത് റാൻഡമായിട്ട് ഫോണിലെടുത്ത് ഇടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ അത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് പോലും കുറേ പേര് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ എൻട്രി ഒക്കെ അങ്ങനെ ഔട്ട് വിട്ടതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോയില്ല. ഞാൻ സ്ട്രൈക്ക് കൊടുക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചതായിരുന്നു, അല്ലെങ്കിൽ റിമൂവ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ
നമ്മളങ്ങനെ പറഞ്ഞാൽ പോലും അത് അത്യാവശ്യം അവർക്ക് റീച്ച് പോയ സംഭവമാണ്. അപ്പോൾ പിന്നെ ഞാനത് അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമുക്ക് കുറേ സംഭവങ്ങളൊക്കെ എല്ലാ ഫങ്ഷൻസും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ റോബിൻ ചേട്ടനാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യാം അങ്ങനെ തന്നെയായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു, ചേട്ടാ നമ്മുടെ ലൈഫിൽ ഒറ്റവട്ടം ഇങ്ങനെ ഉണ്ടാവുള്ളൂ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഫാമിലീസ് എല്ലാവരും കൂടെ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്തിട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ റോബിൻ ചേട്ടൻ ഓക്കെ റെഡി. റോബിൻ ചേട്ടൻ പിന്നെ എല്ലാം ഭയങ്കര കുറച്ച് ചെറിയ എക്സ്പെക്റ്റേഷൻസ് ആയ കാരണം കൊണ്ട് എന്ത് കിട്ടിയാലും ബോണസാണെന്നാണ് പറയാറുള്ളത്. എനിക്ക് എന്ത് കിട്ടിയാലും ബോണസാണ്. എനിക്കാണ് എന്താ പറയുക, എല്ലാ ആദ്യത്തെ കാര്യങ്ങളും മാത്രം കേട്ടോ. അതായത് ഇപ്പോൾ റോബിൻ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും നമ്മുടെ ആനിവേഴ്സറി ആണെങ്കിലും ഫസ്റ്റ് ആനിവേഴ്സറി, ഫസ്റ്റ് ബർത്ത്ഡേ, അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചിങ്ങനെ ഭയങ്കര മെമ്മറബിൾ ആയിട്ട് വേണം എന്നാണ് ആഗ്രഹമുള്ളത്. അത് അതേപോലെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് നോക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മിണ്ടുമ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് എൻ്റെ ഒരു ഇഷ്ടം ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആളല്ല ഞാൻ. പക്ഷേ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇപ്പോൾ ഞാൻ റോബിൻ ചേട്ടനും ഫസ്റ്റ് ടൈം കണ്ടപ്പോഴുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെങ്കിലും അതുപോലെ നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെതാണുള്ള എല്ലാ വീഡിയോസും, ഇതൊക്കെ പിന്നെ നമുക്ക് ഈ വീഡിയോസും ഫോട്ടോസായിട്ടാണ് കാണാൻ കിട്ടുക. പിന്നെ എല്ലാവരും കൂടെയുള്ള എല്ലാ മൊമെൻറ്റ്സും നമ്മളിങ്ങനെ ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഓരോരോ ഫങ്ഷൻസിനും എന്താ പറയുക, കുറേ വിശേഷങ്ങളുണ്ട്. ഇവിടെ ഒരു യുദ്ധം തന്നെയായിരുന്നല്ലേ. ഒരു സത്യം പറഞ്ഞാൽ ഒരു പടക്കക്കിടയ്ക്ക് തീ പിടിച്ച പോലെ ഇരുന്നു. ഇവിടുന്ന് ഒരു സൈഡിൽ നിന്ന് എല്ലാവരും കസ്റ്റമേഴ്സിൻ്റെ പുറകെ ഓടുന്നു, ഒരു സൈഡിൽ നിന്ന് എല്ലാവരും എൻ്റെ ഡ്രസ്സായിട്ട് ഓടുന്നു. ഞാൻ മണ്ഡപത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പോലും പാവാടിയും ഇവിടുന്ന് ഇങ്ങോട്ട് ഫുൾ ഒരുങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കേണ്ടിയിരുന്നത്. ഹെയർ സെറ്റ് ചെയ്തു, മേക്കപ്പ് കഴിഞ്ഞു, ടോപ്പ് കഴിഞ്ഞു, പാവാട അടിയിലോട്ട് ഇടാണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ മണ്ഡപത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ആംബുലൻസിൽ വരണ പോലെ എൻ്റെ പാവാട എഴുത്ത്, എൻ്റെ പാവൻ ഡിസൈനേഴ്സ് കുട്ടികൾ ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും, ഇവിടുന്ന് അവിടേക്ക് എത്തിച്ച് തരണത്. അതായത് കൊച്ചിയിൽ നിന്ന് ഗുരുവായൂർ ടെമ്പിളിൻ്റെ അവിടേക്ക് കറക്റ്റ് ഞാൻ മേക്കപ്പ് ചെയ്ത് സ്കേർട്ട് ഇടാൻ നിൽക്കുന്നതും ഫ്രഷ് ഡെലിവറി എന്ന് പറയുന്ന പോലെ സ്കേർട്ടായിട്ട് പിള്ളേരെത്തി. അങ്ങനെയാണ് ഞാൻ ഇറങ്ങുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത്, ഓരോ ഫങ്ഷൻസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറേ വിശേഷങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ഡോക്യുമെൻ്ററി ആയിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഫോട്ടോസും വീഡിയോസിൻ്റെ കൂടെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസസും എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യണതായിരിക്കും. പിന്നെന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? അല്ല, ഞാൻ ആദ്യത്തെ ഇന്റർവ്യൂവിനെ പറ്റി ആലോചിച്ചത്. ആദ്യത്തെ ഇന്റർവ്യൂവിൽ വാ തുറക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ഇത് വാ തോരാറ് സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. അപ്പൊ യഥാർത്ഥത്തിൽ ഇതാണ് ആരതിപ്പൊടി അല്ലേ? അതുപോലെ പിന്നെ അങ്ങനെയല്ല. ആദ്യത്തെ ഇന്റർവ്യൂവിൽ എന്ന് പറയുമ്പോൾ എനിക്കറിയാത്ത ഓഡിയൻസ്, എനിക്കറിയാത്ത ആള്, എനിക്കറിയാത്ത ഫീൽഡ്, എൻ്റെ പ്രൊഫഷൻ അല്ലാത്ത കാര്യം ഞാൻ ഇതുവരെയായിട്ട് ആരും അങ്ങനെ ചെയ്തിട്ടില്ല, അതിന് ശേഷം ആരെയും ചെയ്തിട്ടില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വഴിതെറ്റി വന്നൊരു കുഞ്ഞാടായിരുന്നു ഞാൻ. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് സംസാരിക്കാനാണ് അവിടെ? നമുക്കൊന്നും അറിയില്ല. ഞാനാണെങ്കിൽ വന്നതും ആൻമേരി ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ട്. ചേച്ചിക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത് എന്നുള്ളത്. ആ സമയത്ത് എന്തിനെക്കുറിച്ച് എന്ത് സംസാരിക്കാൻ എനിക്കൊന്നും അറിയില്ല. ഞാൻ എങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ പ്ലാൻഡ് ആണ്. നമുക്കറിയാം ഇപ്പോൾ ഇൻ്റർവ്യൂ നടക്കാൻ പോവാണ്, ഇന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്, അതിനൊക്കെ കുറിച്ചൊരു ക്ലാരിറ്റി ഉള്ള കാരണം കൊണ്ട് നമുക്കത് സംസാരിക്കാറിയാം. പിന്നെ ഞാൻ ഭയങ്കര ഇൻ്റർവ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഷൈ ആയിരുന്നു. പിന്നെ ഗ്രാജുവലി കുറേ കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. കല്യാണ വിശേഷങ്ങളൊക്കെ ഇതെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? എന്താണ് ഫീൽ ചെയ്യുന്നത്? കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടാണ് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം വന്നത്. അത് എൻ്റെ പ്രവൃത്തിയിൽ നിന്ന് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ആദ്യമാണെങ്കിലും റോബിൻ ചേട്ടനായിട്ട് ലൈഫിൽ പരിചയപ്പെട്ട സമയത്ത് റോബിൻ ചേട്ടനാണ് കൂടുതൽ ഇങ്ങനെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ മടിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടം വരാൻ തുടങ്ങിയ ശേഷമാണ് ഞാൻ ഭയങ്കരമായിട്ട് ഓവറായിട്ട് കാണിക്കാനായിട്ട് തുടങ്ങിയത്. ഇപ്പം അതിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കല്യാണം കഴിഞ്ഞപ്പോൾ. പിന്നെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കുലസ്ത്രീയായിട്ട് മാറും. ചിലപ്പോൾ ഭയങ്കര ടിപ്പിക്കലായിട്ട് തോന്നും. അങ്ങനെയല്ല, എനിക്ക് എന്താ പറയുക, എൻ്റെ പ്രൊഫഷണൽ ലൈഫും എൻ്റെ കരിയറെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്കിങ്ങനെ ഫാമിലി ലൈഫിലോട്ടേക്ക് കടക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അത് നോർമലി എല്ലാ ഗേൾസും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ എനിക്ക് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് ഞാൻ ലൈഫിലെ കല്യാണം കഴിക്കാനേ താല്പര്യമില്ല എന്നൊക്കെയുള്ള ഒരു സ്റ്റേജിൽ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സിൽ തന്നെ കുറേ പേര് സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇൻ കേസ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പാർട്ട്ണറെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള ആളായിരുന്നു ഞാൻ. അപ്പം എന്താ പറയുക, കല്യാണം കുറേ ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. നമുക്ക് അങ്ങനെ ഒരാളെ കണ്ടുമുട്ടാത്ത കാരണം കൊണ്ടായിരുന്നു ഞാൻ അങ്ങനത്തെ ഒരു ഡിസിഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി എനിക്കിപ്പോഴൊന്നും കല്യാണം വേണ്ട, എന്നെങ്കിലും ലൈഫിൽ അങ്ങനെ ഒരാളെ കാണുമ്പോൾ കുറേ സമയമൊക്കെ എടുത്തിട്ട്
അങ്ങനെ ചെയ്യാം. കാരണം എനിക്ക് ബ്രേക്കപ്സ്, എനിക്ക് സെപ്പറേഷൻ ആങ്സൈറ്റി പുതിയൊരു വാക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാനത് സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് എനിക്കിങ്ങനെ ഫ്രണ്ട്ഷിപ്പ്, അത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും അല്ലെങ്കിൽ എന്തിലാണെങ്കിലും എനിക്ക് ഈ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് എന്നെക്കൊണ്ട് ഫേസ് ചെയ്യാൻ, ചിലപ്പോൾ അത് മാത്രമാണ് നമ്മുടെ ലൈഫിൽ ഇഷ്യൂ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഫേസ് ചെയ്യും. പക്ഷെ ഒരുപാട് ലൈഫിൽ പ്രശ്നങ്ങളൊക്കെ കടന്ന് വന്നിരിക്കുന്ന ഒരാളായ കാരണം കൊണ്ട് ഞാനായിട്ട് അതൊന്നും എവിടെയും പുറത്തൊന്നും റിവീൽ ചെയ്ത് അങ്ങനെയൊന്നും പറയാൻ ആഗ്രഹിക്കുന്നതല്ല. പക്ഷെ എൻ്റെ ലൈഫിൽ കുറേ ട്രോമകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന കാരണം കൊണ്ട് എനിക്കിങ്ങനെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനെ ബ്രേക്കപ്പ് ഒക്കെ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ എനിക്ക് ഒരാളെ ഞാൻ പരിചയപ്പെടുമ്പോൾ എനിക്ക് ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ എന്നെ ഭയങ്കര ഹേർട്ട് ചെയ്ത ആൾക്കാർ ഇന്നും എൻ്റെ ലൈഫിലുണ്ട്. ഞാൻ ഒരിക്കലും കട്ട് ചെയ്ത് കളയില്ല. എന്താ പറയുക, ഇപ്പോൾ റോബിൻ ചേട്ടൻ വന്ന സമയത്ത് എനിക്കും കല്യാണം കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഒരു ഫാമിലി ലൈഫിലോട്ടേക്ക് കടക്കണൊക്കെ മുമ്പ് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു എനിക്ക്. എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫാമിലീസ് അല്ലെങ്കിൽ ഞാനായിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊന്ന് സെറ്റിൽ ചെയ്തതിന് ശേഷം കടക്കാമെന്നായിരുന്നു വിചാരിച്ചത്. ഞാൻ ആഗ്രഹിച്ച പോലെ, അല്ലെങ്കിൽ റോബിൻ ചേട്ടനും അതെ, നമ്മൾ രണ്ടുപേരും കരിയർ വൈസും കാര്യങ്ങളും സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഫാമിലി ലൈഫിലോട്ടേക്ക് കടന്നത്. ഇനി ഇപ്പോൾ എൻ്റെ പ്രിയോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. അപ്പം നമ്മൾ രണ്ടുപേരും ആ ഒരു കാര്യത്തിൽ ഇപ്പം ഈക്വലി എന്ത് ഉറങ്ങില്ലല്ലോ. അപ്പോൾ നമ്മൾ രണ്ടുപേരും മാരേജ് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഭയങ്കര ക്ലോസായി, ഭയങ്കര ഇഷ്ടത്തിൻ്റെ പീക്കിലാണ് നിൽക്കുന്നത്. ഇനി എനിക്ക് ടെൻഷൻ ഇത് കുറയുമെന്നാണ് എൻ്റെ ടെൻഷനൊക്കെ. അപ്പം അപ്പം ഞാൻ പറഞ്ഞതൊന്നുമല്ല, എനിക്കറിയാം ഒരു പെൺകുട്ടിയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് കല്യാണം അല്ല എന്നുള്ളത് അറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആക്കി സക്സസ്ഫുൾ ആക്കിയതിന് ശേഷമാണ് ഇത് ഇങ്ങനെ കിടക്കുന്നത്. പക്ഷേ എന്നാൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് പാർട്ട്ണറിൻ്റെ കൂടെ ലൈഫ് ട്രാവൽ ചെയ്യുക, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഓവറായിട്ട് ഞാൻ അഡിക്റ്റഡ് ആണ് അങ്ങനത്തെ കാര്യങ്ങളിൽ. അതാണ് കല്യാണത്തിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ള സംഭവങ്ങൾ. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഫംഗ്ഷൻസ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫംഗ്ഷൻസിൻ്റെ എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കോമഡിയും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ നമ്മൾ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ പോലെ കുറേ പേര് ഇങ്ങനെ ഇൻ്റർവ്യൂവിനെ വിളിക്കുന്ന കാരണം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ചൊന്ന് അങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കണ്ടെന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ പിന്നെ നമ്മളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നത്. പക്ഷേ ഇനി ഓരോ ഫംഗ്ഷൻസ് നടക്കുമ്പോണ്ടായിരുന്ന കുറേ കോമഡികളുണ്ട്. ആക്സിഡൻറ്റുകൾ, ഹോസ്പിറ്റൽ കേസുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഓരോ ഫംഗ്ഷൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇപ്പോഴേ നമ്മളെല്ലാം പറഞ്ഞു തീർത്താൽ അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അത് കാരണം കൊണ്ട് ഇപ്പം റാൻഡം ആയിട്ടുള്ള മൊത്തത്തിലുള്ള വിശേഷങ്ങൾ പറഞ്ഞതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രയും ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക, പകുതിയായി അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാണ്ടാണ് നേരെ ഹണിമൂണിനെ കയറിപ്പോയത്. ഹണിമൂണിനെ കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഞാനും റോബിൻ ചേട്ടനും ഓക്കെ. അപ്പം ഹണിമൂൺ ആക്ച്വലി സത്യം പറഞ്ഞാൽ പൊടിക്ക് ഈ മഞ്ഞുള്ള സ്ഥലം ഭയങ്കര ഇഷ്ടമുള്ള ഇതാണല്ലേ. അപ്പം അങ്ങനെ നോക്കിയിരുന്ന സമയത്താണ് ആ ഒരു ടൈം പീരീഡിൽ അസർബൈജാനിലാണ് മഞ്ഞ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്ത് കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെ മഞ്ഞിന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ നമ്മൾ അസർബൈജാനിൽ പോയി. അപ്പോൾ അസർബൈജാനിൽ പോകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒന്നും അറിയണ്ട. എന്നുവെച്ചാൽ നമ്മൾ ഈ റീലൊക്കെ കാണത്തില്ലേ, ഒരു കുട്ടി ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കൂടെ നടക്കും. എല്ലാ കാര്യങ്ങളും എമിഗ്രേഷന് പോയാലും ഇങ്ങനെ നിന്ന് പിടിച്ച് നിർത്തി കൊടുത്ത് മുഖമൊക്കെ കാണിച്ചു കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ. പാസ്പോർട്ട് ഏതാണ്, അല്ലെങ്കിൽ ബോർഡിംഗ് പാസ്, ഒന്നിനെ പറ്റിയും ബോധനല്ലായിരുന്നു. അപ്പം കംപ്ലീറ്റ് കാര്യങ്ങളും എനിക്കൊരു കൊച്ചുകുട്ടീനെ പോലെ നോക്കാനായിട്ട് പറ്റി. ഇങ്ങനെ ചുമ്മാ നടക്കുന്നത് പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അസർബൈജാൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു രാജ്യത്ത് അവിടെ പോയാലും നമുക്ക് ഈ പോണ സ്ഥലങ്ങളിലൊക്കെ മലയാളീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. അസർബൈജാനിൽ നിൽക്കുന്ന സമയത്ത് ഫുൾ ഫോറിനേഴ്സൊക്കെ ഇങ്ങനെ നിൽക്കണം. ആ സമയത്തുണ്ട് റോബിനെ എന്നൊരു സൗണ്ട്. അപ്പൊ ഇതാണ് സൈപ്പാണ് വിളിക്കണോണ്ട് തിരിഞ്ഞൊക്കെപ്പണ്ട് കുറെ മലയാളീസ്. ആ സമയത്ത് റോബിൻ ചേട്ടന്റെ മുഖത്ത് പോസ് ഒന്ന് കാണണമായിരുന്നു. എവിടെ പോയാലും ആളുകൾ എന്നെ സ്നേഹിച്ച് കൊല്ലുക എന്നൊക്കെയുള്ള ഒരു എക്സ്പ്രഷനിലാണ് റോബിൻ ചേട്ടൻ. നമ്മൾ ഈ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോകുമ്പോൾ അവിടെ ഒബ്വിയസ്ലി പല രാജ്യങ്ങളിലുള്ള മലയാളീസും എല്ലാവരും ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെല്ലുന്ന സ്ഥലത്തൊക്കെ ഈവൻ ഹോട്ടലിൽ പോലും നമ്മൾ താമസിച്ചെടുത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ബക്കറ്റും പൊടി അവിടെ പോയിട്ട് റിസപ്ഷനിൽ നിന്ന് പയ്യന്റെ അടുത്ത് ബക്കറ്റും കപ്പും വേണമെന്ന് പറഞ്ഞു. അതല്ല, അവിടെ പോയി കഴിഞ്ഞപ്പോ വാഷ്റൂമിലൊന്നും ബക്കറ്റില്ല. അതായിരുന്നു എനിക്ക് അത്ഭുതം. അങ്ങനെയെന്ന് വിചാരിച്ചു ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ റോബിൻ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ കുറെ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു മഞ്ഞിന്റെ മുകളിൽ വണ്ടി ഇടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ കറങ്ങിട്ടൊക്കെ വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കുറെ മൂവീസ് ഒക്കെ കാണുമ്പോൾ ഉണ്ടാവില്ല ഇങ്ങനെ ടൂറിസ്റ്റ് വണ്ടി കൊക്കയില് മറഞ്ഞു എന്നിട്ട് നമ്മൾ കാട്ടില് കുടുങ്ങി. അതൊക്കെ ഭയങ്കര ആഗ്രഹം. എന്റെ അടുത്ത് വണ്ടി പോകുമ്പോൾ പറയാം, എന്റെ അന്ത്യാഭിലാഷം എന്ന് പറഞ്ഞ ഇതേപോലെ മഞ്ഞില് ഇവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒപ്പം തൊട്ട് വണ്ടി ഇടിയോടിടി. ദൈവമേ, അങ്ങോട്ട് പോകുന്നു തിരിച്ചു വരുന്നു, അങ്ങോട്ട് പോകുന്നു. അങ്ങനെയല്ല,
നമുക്കിങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോറീസ് ഇടാറുണ്ട്, ഇങ്ങനെ ഭയങ്കര നല്ല നല്ല സ്ഥലങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടുമ്പോൾ ചില ആൾക്കാരുടെ വിചാരം അതെന്റെ നിരാശ അല്ലെങ്കിൽ ഇങ്ങനെ സെന്റിമെന്റ്സ് കാണിക്കും. അങ്ങനെയല്ല, എനിക്ക് ഞാൻ ഭയങ്കര ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ആളുകളോട് അഡിക്റ്റഡ് ആവണ പോലെ തന്നെ എനിക്കിങ്ങനെ സ്ഥലങ്ങൾ കാണാനും ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിലോ വീട്ടിൽ നിന്ന് തന്നെ എവിടെയും വിടില്ല. എനിക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇങ്ങനെ വലിയ കുറേ സ്ഥലങ്ങളിലേക്കൊന്നും അങ്ങനെ വിടാറില്ല എന്നെ വീട്ടിൽ. എൻ്റെ ചേച്ചിനെ വിടും, പക്ഷെ എന്നെ വിട്ടിട്ടില്ല. ഞാൻ കരയും, അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്ക് എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരു വീട്ടിൽ നിന്ന് വിട്ടിട്ടില്ല. ഞാൻ റോബിൻ ചേട്ടൻ്റെ കൂടെയാണ് ആദ്യമായിട്ട് ഇത്രയും വലിയ ലോങ് ഡ്രൈവ് അല്ല ലോങ് ട്രിപ്പിനൊക്കെ പോണത്. ഫ്രണ്ട്സ് നമുക്ക് അതിനെപ്പറ്റി വലിയൊരു ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടായിട്ട് പോലും അവർ പോയാലും ഞാൻ പോകാറില്ല. എനിക്കും പിന്നെ ഈ ഹോം സിക്നെസ് ഭയങ്കരമായിട്ടുള്ള കാരണം കൊണ്ട് വീട്ടിൽ നിന്ന് ഒരു ദിവസം 2 ദിവസം മാറി നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് അവിടുന്ന് തിരിച്ചു വരണം എന്നുള്ളൊരു ഇതായിരിക്കും. പിന്നെ ഇത് റോബിൻ ചേട്ടനായ കാരണം കൊണ്ട് അവിടെ അസർബൈജാനിൽ തന്നെ ഈ മഞ്ഞിന്റെ ഇടയ്ക്ക് ഒരു ഇതിന്റെ അകത്ത് അല്ലെങ്കിൽ ഒരു പ്ലേസിന്റെ അകത്ത് താമസിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ മഞ്ഞെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഗബാല എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തൊരു സ്ഥലത്ത് പോയി. അവിടെ ഈ പറഞ്ഞിടക്ക് ഭയങ്കര എക്സ്ട്രീം മഞ്ഞും സ്നോഫോളും കാര്യങ്ങളെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തല്ല. എനിക്കൊന്ന് ആ ടൈമിൽ ഏറ്റവും കൂടുതൽ മഞ്ഞ് വീണ 2 ദിവസങ്ങൾ ഒരു ദിവസം വരുന്നത്. അതെ, ഞങ്ങൾ ആദ്യം പോയപ്പോ അങ്ങനത്തെ ഒരു സ്ഥലത്തല്ല നിന്നത്. അപ്പൊ ഞാൻ റോബിൻ ചേട്ടനോട് പറഞ്ഞു മഞ്ഞുണ്ട്, പക്ഷെ അങ്ങനെ ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു മീൻസ് നല്ല സ്ഥലമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് എനിക്കിങ്ങനെ മഞ്ഞിൽ ഇങ്ങനെ വീണ് കിടന്നിട്ട് അതിന്റെ ഉള്ളിൽ പോയി താമസിക്കുന്നത് ഭയങ്കര സ്നോഫോളും പിന്നെ ഫുൾ സറൗണ്ട് ചെയ്ത് മഞ്ഞെന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അതപ്പം ആ ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് അവിടെ ചെന്നപ്പോ ആ പ്രൊവിൻഷൻ അങ്ങനെ ഒന്നും ഇപ്പൊ ഉണ്ടാവില്ല. ഇപ്പൊ അങ്ങനെ മഞ്ഞിന്റെ സീസൺ വേറൊരു സ്ഥലത്ത് പോയാലേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നോക്കിയപ്പോ നമുക്ക് കറക്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഒരു സ്പോട്ട് തന്നെ കിട്ടി. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങള് മഞ്ഞ ആദ്യം കുറെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു എന്തിങ്ങനെയൊക്കെ കാണിക്കുന്ന ചെറിയ കുട്ടികളെ പോലെ രണ്ടുപേരും. പക്ഷെ നമ്മള് വീഡിയോസിൽ വന്നത് വെറും 100-ൽ വെറും ഒരു 1% മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്യാൻ നിന്നില്ല, കാരണം ഇതിനെക്കാട്ടി തമാശകളാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ എന്താന്ന് വെച്ചാല് അപ്പൊ നിങ്ങളെ അഭിപ്രായം പറയൂ. അടുത്ത പ്രാവശ്യം തൊട്ട് പുള്ളിക്കാരിയുടെ ഇതേപോലത്തെ ക്യൂട്ട് മെമ്മറീസ് അല്ല ഷോർട്സ് ഒക്കെ എടുത്ത് വീഡിയോ ഇടട്ടെ, കുഴപ്പമില്ലല്ലോ. അതായത് നമുക്കിങ്ങനെ കൂടുതലും എനിക്ക് പുറത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാത്ത ഓഡിയൻസും കാര്യങ്ങളായിരിക്കും. പിന്നെ അത്രയും ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഓഡിയൻസ് ആയിരിക്കും. ഇപ്പം നമുക്ക് അറിയുന്ന സ്പേസിൽ നമ്മൾ കാണിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളെ പേഴ്സണലി അറിയണ കാരണം കൊണ്ട് എല്ലാവരും അത് എൻജോയ് ചെയ്യും. പക്ഷെ നമ്മൾ അറിയാത്ത ആൾക്കാരെ സ്പേസിൽ പോയിട്ട് നമ്മൾ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ അത് വെച്ച് ജഡ്ജ് ചെയ്ത് പച്ചക്കറി വിളിക്കുന്നത് ഇതേപോലെ ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് സ്റ്റാൻഡേർഡ് സംസാരിക്കുന്ന ആ മാനസമയനമായ അത് നമ്മൾ കമ്പയർ ചെയ്യത്തില്ലേ? അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് എപ്പോഴും നമുക്ക് അറിയുന്ന ഒരു സ്പേസിൽ എന്ത് ഞാൻ എക്സ്ട്രീം കാണിക്കും. കാരണം വെച്ചാൽ എനിക്കറിയാം അവരാരും എന്നെ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഒന്നിനും വരില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തും കാണിക്കും. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല റോബിൻ ചേട്ടൻ അത് വീഡിയോ എടുത്ത് പബ്ലിക്കലി പോസ്റ്റ് ചെയ്തു. ഞാൻ റോബിൻ ചേട്ടൻ മാത്രമല്ലേ കാണുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കാണിച്ചത്. റോബിൻ ചേട്ടൻ അത് മൊത്തം റോബിൻ ചേട്ടൻ അത് മൊത്തം എടുത്തിടുമ്പോൾ ഞാൻ റോബിൻ ചേട്ടൻ പബ്ലിക്കലി ഇടല്ലേ, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല, എല്ലാവരും എനിക്ക് പെങ്കൊച്ചെന്തി കാട്ടിക്കൂട്ടണമെന്ന് പറയാം. പക്ഷെ എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. എല്ലാവരും അത് എൻജോയ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പി. പറഞ്ഞ പോലെ തന്നെ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അല്ലേ? കാരണം പൊടിയുടെ ആ ഒരു സൈഡ് അധികം പേര് കണ്ടിട്ടില്ല. നമ്മളത് ഭയങ്കര കോമഡി ആയിട്ട് ഞാൻ പലപ്പോഴും പണ്ട് ഇന്റർവ്യൂസിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾക്ക് ആരൊക്കെ അറിഞ്ഞൂടാത്ത പൊടിയുടെ ഒരു സൈഡ് എനിക്കറിയാന്ന് പറഞ്ഞത് കണക്ക് ഇപ്പൊ കുറെ പേര്. കാരണം ആ വീഡിയോസ് ഇട്ട സമയത്ത് ഒരുപാട് പേര് എനിക്ക് അതിന് റിപ്ലൈ ചെയ്തു. ഇതേപോലെ എന്താ പറയാ, പൊടി ഇത്രയ്ക്ക് പാവമായിരുന്നു, അല്ലെങ്കിൽ ഇത്രയ്ക്ക് ഇന്നസെന്റ് ആയിരുന്നു, ഇത്രയും കോമഡി ആയിരുന്നു, അല്ലെങ്കിൽ ഈ കാണിക്കുന്ന കാര്യങ്ങളും പറഞ്ഞാലും റോബിൻ ചേട്ടൻ ചിരിക്കും. എനിക്കാണെങ്കിൽ ഇഷ്ടപ്രകാരം ചിരിക്കുന്ന കാര്യങ്ങളാണ് എല്ലാം പറയുന്നത്. അതുകൊണ്ട് അപ്പൊ എന്താ പറയാ, നെക്സ്റ്റ് നമ്മൾ വേറൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്തായിരുന്നു ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ റോബിൻ ചേട്ടനും ന്യൂമോണിയയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജും. അത് നമ്മൾ ആക്ച്വലി കഴിഞ്ഞ എപ്പോഴാണ് മാർച്ച് 17-ാം തീയതി അന്ന് ബാലിയിൽ പോകാനായിട്ട് ഇരുന്നത്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് എനിക്ക് ഇൻഫെക്ഷൻ വന്നു ഒരാഴ്ചയായിട്ട് ഇൻഫെക്റ്റഡ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നു, പിന്നെ ബ്രീതിങ് ഡിഫിക്കൽറ്റി വന്നു, പിന്നെ കഫത്തിൽ രക്തം വരാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ എന്ത് ചെയ്തത്, ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കാണിച്ചത്. ആന്റിബയോട്ടിക്സ് കഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അതിൽ നിന്നില്ല. കാരണം എനിക്ക് ഈ കോവിഡ് വന്നതിന് ശേഷം തൊട്ട് എൻ്റെ ഇമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു ട്രിപ്പ് അവരെൻ്റെ അടുത്ത് പറഞ്ഞ ഈ പ്രാവശ്യം പോകണ്ട, കാരണം പോയി അവിടെ വെച്ച് എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ, ബാലിയിലൊക്കെ പോയി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല, അത് ബുദ്ധിമുട്ടായിരിക്കും, അതിനെക്കാട്ടി നല്ല ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് പോകുന്നുള്ള രീതിയിലായിരിക്കുന്നത്. സോ അപ്പോൾ നമ്മളത് പോസ്റ്റ്പോൺ ചെയ്തിട്ട് മെയ് 13-ാം തീയതിയാണ് ഇപ്പം ടിക്കറ്റ് വീണ്ടും എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഒരു കാര്യം, റോബിൻ ചേട്ടൻ 2 വർഷത്തെ ടൂറാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ വിചാരിച്ചത് നമ്മൾ അന്ന് ടൂർ പോയിട്ട് ഇനി 2 വർഷം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നാണ്. അതല്ല ഉദ്ദേശിച്ചത്. തിരിച്ചു വന്നപ്പോൾ കുറെ പേര് കമന്റ്, അപ്പൊ തള്ളിയതാണല്ലേ 2 വർഷത്തെ ടൂർന്ന്. അതായത് 2 വർഷത്തേക്ക് നമ്മൾ അങ്ങോട്ട് ടൂറിന് വേണ്ടി പോയതല്ല.
2 വർഷത്തിൽ 27 കൺട്രീസ് 27+ കൺട്രീസ് പോവുക. അല്ലാതെ കോമൺ സെൻസ് ഉള്ള ആൾക്കാരൊക്കെ മനസ്സിലാവും, വിവരമില്ലാത്തവർ പറയണം പറയുന്നത്, അത് മൈൻഡ് ചെയ്യേണ്ട ഇങ്ങനെ പറയുന്നത്. അത് കോമൺ സെൻസ് ഇല്ല, നമുക്ക് ഇവരെന്താ 2 വർഷം പോയിട്ട് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് അറിയാം ഇവര് പോകുന്നത് 27+ കൺട്രീസ് ആണ്. പിന്നെ കുറെ പേരൊക്കെ ചില ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ഓർഡർ എടുക്കുന്നുണ്ടോ ഹണിമൂണിലല്ലേ എന്നൊക്കെ. ഞാൻ 2 വർഷത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഹണിമൂണിന് പോയതല്ല, നമ്മൾ ഈ 2 വർഷത്തിൽ പോയി വരും. അപ്പം നമുക്ക് എന്താ പറയുക, ഞാൻ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്. ബ്രൈഡൽ ഡ്രസ്സസ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. നമ്മുടെ ബ്രൈഡൽ ഡ്രസ്സസ് എല്ലാം സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 35K ആണ്. പിന്നെ ഓർഡേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. ഓർഡേഴ്സ് വരുമ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്യാറുണ്ട്, അതിലോട്ടേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഡ്രസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ. പിന്നെന്താ, അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് വിശേഷം, ഹണിമൂൺ വിശേഷം, ഇതൊക്കെയാണ് നമ്മൾ റാൻഡം ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോഴും റോബിൻ ചേട്ടൻ ഒട്ടും വയ്യ, അതാണ് ഇങ്ങനെ ആകെ എനിക്ക് ഉറക്കമൊന്നും കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കമാണ് മെയിൻ പ്രശ്നം. അപ്പൊ അത് കാരണം എന്താ പറയാ, അത് കാരണമുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഇൻഫെക്ഷൻ ഒക്കെ ഇപ്പൊ സെറ്റിലായി വരുന്നേ ഉള്ളൂ. പിന്നെ എന്താ പറയാ, അതൊക്കെ തന്നെയാണ്. അതെ, എന്റെ കൂടെ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ലൈഫ്? പൊടിയുടെ കൂടെ എന്താ പറയാ, പൊടി ആക്ച്വലി ഞാൻ പറയില്ലേ, നിങ്ങൾക്ക് അറിയുന്ന പൊടി പോലെ അല്ല എനിക്കറിയുന്ന പൊടി. നേരത്തെ ഉള്ളതുപോലെ തന്നെയാണ്, സെയിം ആസ് അതെങ്ങനെയാണോ ഇപ്പോഴും അതേപോലെ തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടെ സ്നേഹവും കെയറൊക്കെ കൂടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഹസ്ബൻഡ് എന്നുള്ള ഒരു അഹങ്കാരവും കാര്യങ്ങളൊക്കെ, ഭാര്യ എന്നുള്ള ഒരു അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നത്, എന്റെ പ്രോപ്പർട്ടിയാണ്, എന്റെ ആളാണ് എന്നുള്ളതാണ്. പിന്നെ എന്താ പറയാ, ആളങ്ങനെ വലിയ പൊസസീവ് ഒന്നും അല്ല, അതുകൊണ്ട് പിന്നെ അല്ല ഞാൻ വലിയ പൊസസീവ് അല്ല, അതല്ല. ഞാനൊരു കാര്യം പറയട്ടെ, പിന്നുണ്ടല്ലോ എനിക്ക് ഇങ്ങനെ ഞാൻ കപ്പിൾ ഗോൾസ് എപ്പോഴെപ്പോഴും ഇങ്ങനെ സ്റ്റോറി ആയിട്ടും പോസ്റ്റ് ആയിട്ട് ഇടുന്ന ഒരാളല്ല ഞാൻ. അത് മുന്നും അല്ല, ഇപ്പോഴും അല്ല, പണ്ടും അല്ല. ഞാൻ പ്രൊഫൈലിലൂടെ എപ്പോഴും എൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പണ്ടും ഇപ്പോഴും ഞാൻ കാണിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോറി ഇട്ടില്ല അല്ലെങ്കിൽ പോസ്റ്റ് ഇടുന്നില്ല എന്നതിൻ്റെ അർത്ഥം നമ്മൾ തമ്മിൽ തല്ലുകൂടി അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ സ്നേഹമില്ല എന്നല്ല. ഞാനത് കാണിക്കുന്ന, ഇപ്പം നമ്മൾ ടൂർ പോവാണെങ്കിൽ നമുക്കത് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കാം. പൊടി എന്തെങ്കിലും ഈ വേർഡിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീൽ സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പൊടിയുടെ മൂഡ് അങ്ങനെയാണെന്നല്ല, പൊടി അത് കണ്ടിട്ട് അതങ്ങ് ഇടുന്നത്. ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ അസർബൈജാനിൽ പോയപ്പോൾ ഞാൻ ഒരു സ്ഥലം കാണുമ്പോൾ റോബിൻ ചേട്ടൻ എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെ ഉള്ള സ്ഥലങ്ങൾ തന്നെയാണോ? കാരണം ഞാനിങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ട് രാത്രി കിടക്കുന്ന സമയത്ത് ഞാൻ കുറേ പോസിറ്റീവായിട്ടുള്ള റീൽസ് കണ്ടിട്ട് കിടക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ എനിക്കും ഒരു ഫ്രഷ് ഫീലിംഗ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറേ റീൽസിലൊക്കെ കാണുന്ന ഒരു സ്ഥലങ്ങൾ അപ്പോൾ ഞാൻ സ്റ്റോറി ഇടും. മുന്നേ ഒരു സമയത്ത് പൊടി നമ്മുടെ അഞ്ജലി മേനോന്റെ ഒരു സ്റ്റോറി കണ്ടിട്ട് ആ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് എടുത്ത് എന്ത് ചെയ്തു, അതൊരു ന്യൂസ് അതെടുത്ത് സ്റ്റോറി ഇട്ടപ്പോ അത് വെച്ചിട്ട് ആൾക്കാർ ഒരു ന്യൂസ് ആക്കി. അപ്പൊ ഞാൻ ന്യൂസ് സ്റ്റോറി വരെ ന്യൂസ് എന്നൊക്കെ വിചാരിച്ചു. അത് നമ്മളെ രണ്ടിനെ റിലേറ്റ് ചെയ്തൊക്കെ സ്റ്റോറി ഇങ്ങനെ ചുമ്മാ. ഇത് ഞാനിങ്ങനെ കുറെ സ്ഥലങ്ങൾ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ട്രാവൽ ചെയ്യാൻ, സ്ഥലങ്ങൾ കാണാനൊക്കെ. അങ്ങനത്തെ സ്ഥലങ്ങൾ കാണുമ്പോൾ രാത്രി അടുത്ത് ഇടുന്നതാ. എപ്പോഴും കപ്പിൾ ഗോൾസ് കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. റോബിൻ ചേട്ടൻ്റെതായ തിരക്കുകളുണ്ടാവും. റോബിൻ ചേട്ടനെ എപ്പോഴും അങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിലും എപ്പോഴും ഇങ്ങനെ നമ്മൾ ഭയങ്കര സ്നേഹമെന്ന് കാണിക്കാൻ വേണ്ടി എപ്പോഴും സ്റ്റോറിയും പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതല്ലാണ്ട് നമ്മൾ ചെയ്യണ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് കൊടുക്കണ്ടേ. അപ്പോൾ സ്റ്റോറി ഇട്ടില്ല അല്ലെങ്കിൽ കുറച്ച് നാൾ ഫോട്ടോ ഇട്ടില്ല പറഞ്ഞിട്ട് തെറി വിളിക്കാൻ വരരുത്. കുറച്ച് പിന്നെ എല്ലാവർക്കും അല്ല, പൊടി ഇപ്പം കല്യാണത്തിന് ശേഷമാണ് കൂടുതലായിട്ട് എൻ്റെ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. എനിക്ക് ആക്ച്വലി അത് ഇഷ്ടമാണ്. വലിയ ഇങ്ങനെ ബാഗി ആയിട്ടുള്ള ഷർട്ടും പാൻറ്റൊക്കെ ഇട്ടുണ്ടെങ്കിൽ. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇട്ടപ്പം റീസെന്റ് ഒന്നും ഇല്ലാത്ത സ്റ്റോറി വ്യൂസ് 4 ലക്ഷം സ്റ്റോറി വ്യൂസ് ആണ് പോയിരിക്കുന്നത്. ഇത്രയും വ്യൂസ് ഒന്നും എനിക്കൊന്ന് കല്യാണ സമയത്ത് പോയിട്ടുണ്ട്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അതേപോലെ ഇനിയും ഡ്രസ്സസ് ഒക്കെ ആയിട്ട് വീഡിയോസ് എടുത്ത് സ്റ്റോറി ഇട്, രസമല്ലേ? റോബിൻ ചേട്ടൻ്റെ അടുത്തിരിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. എന്താണ് എന്റെ വൈഫ് അല്ലേ അതപ്പോ ഇട്ടോട്ടെ. ഞാൻ എനിക്കിടുന്ന സന്തോഷം ഞാൻ ചോദിക്കാതെയാണ് എല്ലാ കാര്യങ്ങളും എടുത്തിരുന്ന. പിന്നെ ഇവളുടേത് എനിക്കിടാൻ പറ്റൂലല്ലോ, ആഗ്രഹിച്ചിട്ടല്ലോ. ഡ്രസ്സുകള് പാർക്കെങ്കിലും കൊടുക്കാറുണ്ടോ? ഏതാ ഡ്രസ്സുകള്? ഡ്രസ്സോ? ഇല്ല, അത് ഡ്രസ്സ് കൊടുക്കാതെ റോബിൻ ചേട്ടൻ ഒരു ഹോബി. അത് ചിലർക്ക് മനസ്സിലാവുമ്പോ ഞാൻ പറഞ്ഞ കാര്യം. അല്ല, അതിനുശേഷം അത് വേണ്ട കേട്ടോ. ഇനി അതിനെ ഒരു ഇന്റർവ്യൂ ആക്കിയൊക്കെ ഇറക്കും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇനി യൂട്യൂബില് എല്ലാരും വീഡിയോസ് ഇടുന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ മാക്സിമം ഇടാൻ വേണ്ടി നോക്കാം. വീഡിയോസ് എടുത്തരുന്ന ചേട്ടന്മാരും അരുൺ ചേട്ടൻ, ബെൻ ചേട്ടൻ, അതേ ഇരിക്കുന്നു ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് നമ്മൾ കൂടുതലുള്ള ചേട്ടന്മാരാ. അരുൺ ചേട്ടനാണ് കേട്ടോ ഇടാത്തത് വീഡിയോസ്. അപ്പൊ ഇനി നമുക്കെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഇടാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഇടാം. എപ്പോഴും ഇടാന്ന് പറഞ്ഞിട്ട് ഇനി ഇടാണ്ടാവുമ്പോൾ എന്നെ ചീത്ത പറയാൻ വരരുത്. ഞാൻ പറ്റുന്നതിനനുസരിച്ച് എന്തായാലും മാക്സിമം വീഡിയോസ് ഇടാം. പിന്നെ അന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കാണാത്ത വെഡ്ഡിങ്ങിന്റെ ഫോട്ടോസും വീഡിയോസും റീൽസും എല്ലാം വരുന്നുണ്ട് പറഞ്ഞ പോലെ തന്നെ. പക്ഷെ കുറച്ച് സമയം എടുക്കും. അത് കാരണം ഒന്ന് വെയിറ്റ് ചെയ്യണം എല്ലാവരും. അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം.
പറഞ്ഞ് പറ്റിക്കുന്നതല്ല, എന്തായാലും വരും എന്ന് പറഞ്ഞാൽ മാസമായിട്ട് വന്നിരിക്കും. പക്ഷെ മാസാവോ? എന്റെ റോബിൻ ചേട്ടൻ ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ഉണ്ട് ഇതില് ഉണ്ട്. അത് ഇപ്പൊ പറയില്ലെന്ന് വിചാരിച്ചത്, പക്ഷെ ഒരു ക്ലൂ തന്നതാണ് ഞാൻ. അപ്പൊ ബാക്കി ഞാൻ ഇനി ഇരുന്നാൽ ഞാൻ ഇനി എല്ലാ കാര്യം വിളിച്ചു പറയും. അത് കാരണം കൊണ്ട് ഞാനിപ്പോ സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ സസ്പെൻസും പൊളിയും. അങ്ങനെ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. കല്യാണത്തിന് ശേഷം പൊടി ഉണ്ടാക്കുന്ന ആ ഫുഡ്, ആ വിഭവങ്ങൾ കഴിച്ച് എന്ത് ഇഷ്ടപ്പെട്ടാലും ഉണ്ടാക്കി കൊടുക്കും. കൂടുതൽ മുട്ട, മാഗി, അച്ചാറ്, ഇതൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങൾ. അച്ചാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എടുത്ത് പ്ലേറ്റ് ഇട്ട് തരും. അച്ചാറ് മാങ്ങ ഉപ്പും മുളകും കൂട്ടിയിട്ട് അച്ചാർ മാങ്ങ മാങ്ങയില് മറ്റേ ഉപ്പും മുളക് ഇട്ട് തരുന്നതിനാണ് അച്ചാറെന്ന് പറഞ്ഞത്. അതെല്ലാരും കൊച്ചുകുട്ടികളവര് തിന്നുന്നതാ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ പിന്നെന്തായിരുന്നു, പിന്നൊന്നില്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉള്ളൊരു ഭയങ്കര വലിയ ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നേ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് എന്റെ കാര്യങ്ങളൊക്കെ ഡ്രസ്സ് കരിഞ്ഞാലും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്ന. ഇപ്പോഴെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി അതിഞ്ഞെടുക്കാവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വെള്ളമാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെ ടാബ്ലറ്റ് എന്തെങ്കിലും തരണമെന്ന് എന്നെ അടിമ കണ്ണാക്കി എല്ലാം ചെയ്യിപ്പിക്കും. പൊടി അതെടുത്തിട്ട് എന്തോ ഒരു ബെറ്റ് വെച്ചിട്ട് ഞാൻ ബെറ്റിൽ മറ്റേ ഭീഷ്മപർവം അല്ല, എന്തായിരുന്നു ലൂസിഫറിന്റെ രണ്ടാമത്തെ എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് ലാസ്റ്റ് വന്ന് പ്രണവ് മോഹൻലാലാണെന്ന് റോബിൻ ചേട്ടൻ പറഞ്ഞു. ഞാനും ആനിമേരി ചേച്ചി എന്റെ ചേച്ചിയും പറഞ്ഞു അത് പ്രണവ് മോഹൻലാൽ അല്ല 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 എന്ന് വാദിച്ചു പറഞ്ഞു. പക്ഷെ അത് പ്രണവ് മോഹൻലാലായിരുന്നു. ആരെങ്കിലും ഒരാഴ്ച എന്നോട് അടിമയാവാൻ പറഞ്ഞു. ആ ഒരാഴ്ച മൊത്തം എന്നെ കൊണ്ട് ചെരുപ്പ് എടുത്തിട്ട് ആ ബാഗ് എടുത്തിട്ട് എന്നൊക്കെ ഫുൾ അടിമപ്പണി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ പിന്നെന്താ, പിന്നെ ട്രിവാൻഡ്രത്ത് പോകാറില്ലേന്ന് ചോദിച്ചു. നമ്മൾ ട്രിവാൻഡ്രത്ത് പോയി വരാറുണ്ട്. അവിടെ പോകുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ വീഡിയോസൊന്നും ഇട്ട് ഞാൻ സ്റ്റോറി വെക്കാറില്ല. ഞങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന മൊമെന്റ് റോബിൻ ചേട്ടൻ്റെ അമ്മേനായിട്ടും സിസ്റ്ററിനായിട്ടൊക്കെ ഭയങ്കര കൂട്ടാണ്. നമ്മൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെ കളിച്ച് ചിരിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വരും. പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോ എടുത്ത് സ്റ്റോറി വെക്കാറില്ല. അപ്പൊ ഇവരുടെ വിചാരം കാരണം എന്താന്ന് വെച്ചാൽ എന്റെ വീട്ടുകാർക്ക്, ഐ മീൻ എന്റെ പാരന്റ്സിനോ അല്ലെങ്കിൽ സിസ്റ്ററിനൊക്കെ അവർക്ക് ഈ വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്തിടുക എന്നുള്ളത് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ അവിടെ പോയി വരാറുണ്ട്. ഇനി വിഷുവിന് നമുക്ക് പോകണം. പിന്നെ നമ്മൾ ഇവിടെ നമുക്കിപ്പോ റോബിൻ ചേട്ടന്റെ മീറ്റിങ്ങുകളാണെങ്കിലും എന്റെ മീറ്റിങ്ങുകളാണെങ്കിലും റോബിൻ ചേട്ടനെ കാണാൻ വരുന്ന ആൾക്കാരാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇവിടെയാണ്. ഇപ്പൊ റോബിൻ ചേട്ടന്റെ മറ്റേ മെഡിക്കൽ സെന്റർ ആണെങ്കിലും ഇവിടെ. അതെ അത് അല്ല, അതിന്റെ അപ്ഡേറ്റ്സ് ഇനിയിപ്പോ അപ്പൊ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കൊച്ചിയിലാണ് കൂടുതൽ കാര്യങ്ങളുള്ളത്. അതുകൊണ്ടാണ് നമ്മളിവിടെ. പിന്നെന്താ, അത്രയ്ക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിയുള്ളത് നമ്മൾ ഇടുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പറയാം. അല്ല, സാധാരണ നമ്മൾ ഓഡിയൻസ് പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന റോബിനാണെങ്കിൽ പൊടീനെ സംസാരിക്കാൻ വേണ്ടി സമയം കൊടുക്കാറില്ല എന്ന്. ഇതിൽ നിങ്ങളുടെ ആഗ്രഹപ്രകാരം പൊടീനെ ഒരുപാട് സംസാരിക്കാനായിട്ട് സമ്മതിച്ചിട്ടുണ്ട് അല്ലേ? ഹാപ്പി അല്ലേ? ഞാൻ കൂടുതൽ സംസാരിക്കാറുള്ളത്. സംസാരിക്കാൻ ഒരു കംഫർട്ട് സോൺ കിട്ടിയ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആൾ ഞാൻ തന്നെയാണ്. റോബിൻ ചേട്ടൻ ഇന്ന് തീരെ വയ്യ, പക്ഷെ ഞാൻ പിടിച്ചിരുത്തി സംസാരിപ്പിച്ചതാണ്. കാരണം നമ്മളൊന്നും കല്യാണം കഴിഞ്ഞിട്ടൊന്നും നമ്മൾ എവിടെയും വന്നൊന്നും പറയാത്ത കാരണം കൊണ്ട് എന്ത് പറ്റി എന്ന് എപ്പോഴും മെസ്സേജ് വരും. ഞാൻ വിചാരിക്കും എന്തിനാണ് ഇത്ര ഇതാക്കുന്നത്, ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇവർ ഇത്രയോ ഓവർ കോൺഷ്യസ് ആയിട്ട്. സ്നേഹം എന്നെ ഇങ്ങനെ സ്നേഹിച്ചില്ലായിരുന്നു, റോബിൻ ചേട്ടൻ ഇങ്ങനെ സ്നേഹിച്ചോളൂ. പക്ഷെ ഇങ്ങനെ ആകുമ്പോണ്ടല്ലോ, കാരണം ഒരുപാട് നല്ല ആളുകളുണ്ട്. ഇപ്പോൾ റോബിൻ ചേട്ടൻ്റെ കൂടെ നമ്മൾ ഈ കല്യാണത്തിന് പോയപ്പോൾ കുറേ ആളുകൾ റോബിൻ ചേട്ടൻ്റെ അടുത്തേക്ക് നല്ല സ്നേഹത്തിലൊക്കെ വന്നപ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ്. പക്ഷെ ചില ആൾക്കാർ മാത്രമാണ് സ്നേഹം കൂടിപ്പോയിട്ട് എന്താ പറയുക എന്തൊക്കെയോ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ കാണിക്കാം. നന്ദി, നമസ്കാരം.